ഷഫീദ്, ഒരു സസ്പെൻഷനിൽ ഒതുക്കിയിരുന്നു കോൺഗ്രസ്. അതിനുശേഷവും ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കുകയായിരുന്നു. ആ പ്രതിരോധം പൊളിയുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും സജീവമാണ് രാഹുൽ. ഇനി എന്താകും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ന്യായീകരിക്കാൻ കഴിയുക? ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് UDF സ്ഥാനാർത്ഥി ജയിക്കാൻ താൻ എന്ത് വേണമെങ്കിലും ചെയ്യും. രണ്ടാമത്തേത് സസ്പെൻഷനിലുള്ള ഒരു പാർട്ടിയാണ് ചെയ്യേണ്ട കാര്യം മാത്രമാണ് താൻ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെയുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, എങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസിൽ എത്രമാത്രം സജീവമായിരുന്നു. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ, അത് മാത്തൂരടക്കമുള്ള പല സ്ഥലങ്ങളിലെ യോഗങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് മാധ്യമങ്ങളടക്കം അത് പിന്നീട് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതാണ്. ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ വെട്ടിലാക്കുന്ന, അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള ചില വാട്സ്ആപ്പ് ചാറ്റുകൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകൾ, അതിനപ്പുറത്തേക്ക് ചില ശബ്ദരേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് സ്വാഭാവികമായും ചർച്ചയാവുക ചെയ്യുമെന്നുള്ളത് ഏറ്റവും പ്രധാനം. മാത്രമല്ല, അതിലെ കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചർച്ചയാകും. അതിൽ ഏറ്റവും പ്രധാനം ഈ ഗർഭനിരോധന ഗുളിക കഴിക്കരുതെന്ന് നിർദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ആ ശബ്ദരേഖയിൽ വ്യക്തമാണ്. മാത്രമല്ല, വാട്സ്ആപ്പ് ചാറ്റിൽ അക്കാര്യം പറയുന്നുമുണ്ട്. അത് നമുക്കൊരു ചാനലിലൂടെ പറയാൻ കഴിയുന്ന കാര്യമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. രണ്ടാമത്തേത്, ഈ കൊല്ലാക്കൊല ചെയ്യരുതെന്ന് യുവതി അപേക്ഷിക്കുന്നത്, അത് നമുക്ക് ആ ശബ്ദരേഖ അല്പസമയത്തുള്ളിൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാം. ആ ശബ്ദരേഖയിൽ കാണും. മൂന്നാമത്തേത്, ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന്, അതിനുശേഷം, അതായത് ഈ പെൺകുട്ടി ഗർഭിണിയായ ശേഷം കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് രാഹുൽ നിരന്തരം നിർബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടി ആ ശബ്ദരേഖയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഗർഭധാരണത്തിന് ശേഷം യുവതി അകപ്പെട്ടത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലാണ് എന്നുള്ള കാര്യം അത് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം, ഈ ഗർഭനിരോധന മാർഗ്ഗങ്ങളില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും ആ ശബ്ദരേഖയിൽ വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ ശബ്ദരേഖയിലും ഈ വാട്സപ്പ് ചാറ്റിലും ഒക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ എങ്ങനെ കോൺഗ്രസ് പ്രായോഗികമായി പ്രതിരോധിക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിരവധി ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ട്. അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏതാണ്ട് ഒതുങ്ങി എന്നുള്ള ധാരണയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ആ സമയത്തു കൂടിയാണ് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ പ്രശ്നമാക്കിക്കൊണ്ട് ഈ ശബ്ദരേഖയും ഈ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുറത്തു വരുന്നത്. ദിൽന, ഷഫീദ്, ഈ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പല രീതിയിലുള്ള പരാതികളും ഒക്കെ ലഭിച്ചിരുന്നു. പക്ഷേ നേരിട്ടുള്ള ഒരു പരാതി, ഒന്നാം കക്ഷിയിൽ നിന്നുള്ള ഒരു പരാതി ലഭിച്ചില്ല എന്നത് അടക്കം ഉള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണം ഒരു ഘട്ടം എത്തിയപ്പോൾ അതൊരു നിർജ്ജീവമാകുന്ന രീതിയിലേക്ക് പോകുന്നത്. ഈ നിലവിലെ ഈ പുറത്തു വന്നിരിക്കുന്ന വാട്സപ്പ് ചാറ്റുകളും ഈ ശബ്ദരേഖയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിക്കാരി ഷഫീദ് തുടരുക. ഇപ്പോൾ BJP നേതാവ് C. കൃഷ്ണകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, ഞങ്ങൾ പുറത്തുവിട്ട വാർത്ത താങ്കൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അങ്ങേയറ്റം ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. നിങ്ങളെ ഗർഭിണിയാക്കണം എനിക്ക് എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുശേഷം അവരെ പിന്നീട് അത് ഗർഭചിത്രത്തിനടക്കം നിർബന്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരം തെളിവുകൾ പുറത്തു വരികയാണ്. എന്താണ് പ്രതികരണം? അല്ല, ഈ രാഹുലിന്റെ നേരത്തെ വന്ന തെളിവുകൾ തന്നെ ധാരാളമാണല്ലോ. വളരെ വ്യക്തത ഉള്ള തെളിവുകളാണ് നേരത്തെ തന്നെ പുറത്തു വന്നത്. ആ തെളിവുകളെ സംബന്ധിച്ച് ആ തെളിവുകളെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് തയ്യാറായിട്ടില്ല. ഇപ്പോ രാഹുലിന്റെ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളും പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് തയ്യാറാവുന്നത് ആ പാർട്ടിയുടെ അധപതന. ഇത്രയും ഒരു ധാർമ്മിക ബോധവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം ഇത്രയും വലിയ ഗതികേടിലേക്ക് പോയിരിക്കുക. വി കെ ശ്രീകണ്ഠൻ പറയുന്നത് രാഹുല് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുൻപന്തിയിലുണ്ടാവും, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുള്ളത്. ഇത്രയും ഗതികെട്ട് പോയോ കോൺഗ്രസ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇത്രയും നീചമായിട്ടുള്ള രീതിയിൽ നിരവധി യുവതികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് സംബന്ധിച്ച് തെളിവുകൾ പുറത്തു വന്നിട്ടും അതിനെതിരായിട്ട് പ്രാഥമിക അംഗത്തു നിന്ന് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിടുക, ഈ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് പറയുക കോൺഗ്രസിനെ സംബന്ധിച്ച്?
ശ്രീ കൃഷ്ണകുമാർ, മണ്ഡലത്തിലേക്ക് രാഹുലിനെ കയറ്റില്ല എന്നതടക്കമുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJP ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം BJP പോലും അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? BJPയുടെ നിലപാടിൽ നിന്ന് BJP പുറകോട്ടേ പോയിട്ടില്ല. BJP കൃത്യമായ നേരത്തെ എടുത്ത നിലപാട്, സംസ്ഥാന നേതൃത്വം പറഞ്ഞ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഞങ്ങൾ സംബന്ധിക്കില്ല. ഔദ്യോഗിക പരിപാടികളിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ രാഹുലിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ലോ. പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിയുക, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുക, ശാരീരികമായിട്ട് ആക്രമിക്കുക, അതൊന്നും അല്ലല്ലോ പ്രതിഷേധം. ഞങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നിന്നും ഞങ്ങളുടെ ജനപ്രതിനിധി ഇറങ്ങിപ്പോയല്ലോ. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിനെതിരായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്കെതിരായിട്ട് സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് പ്രതിഷേധവുമായിട്ട് ഇനിയും മുന്നോട്ട് വരും. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിച്ചോട്ടെ. രാഹുലിനെ എത്ര വെള്ളപൂശിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെളുക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധത ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്, സ്ത്രീ വോട്ടർമാർ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.